സാംസ്കാരിക കേരളം രൂപപ്പെട്ടതിൽ കലകൾ നിർവഹിച്ച പങ്ക് പരിഗണിക്കുമ്പോൾ ആ കലയിളക്കത്തിൽ ഈ പ്രതിഭകളെ കൂടി ഉൾപ്പെടുത്താനാകും. സമർപ്പിത കലോപാസന ഇവർ 4 പതിറ്റാണ്ടാണ് പിന്നിടുന്നത്. ഉപജീവനം എന്നതിനപ്പുറം കലയെ ഇവർ വല്ലാതെ പ്രണയിച്ചിരിക്കുന്നു. ശോഭ, അംബിക രാജൻ കലാരംഗത്ത് 40 വർഷം പിന്നിടുകയാണ്. നൃത്ത നാടക വേദികളിലെല്ലാം ഇവരുടെ സാന്നിധ്യമുണ്ട്. നാടകവും നൃത്തവും കഥാപ്രസംഗവും എല്ലാം അരങ്ങ് തകർത്ത കലാകേരളത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ തന്നെ വേദിയിലെത്തി. അതിനാൽ കല വൈകാരികമായി തന്നെ ഉള്ളിലുണ്ട്. രണ്ടുപേരും പത്തനംതിട്ട ജില്ലയുടെ കലാകാരികൾ. കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലൂടെയെല്ലാം ഇവർ കല കൊണ്ട് ജീവിച്ചു. തികച്ചും കലാജീവിതം. അടൂർ സ്വദേശിനിയാണ് അംബിക രാജൻ. പുല്ലാട് സ്വദേശിനിയാണ് ശോഭ. കലയെ പ്രാണനൊപ്പം ചേർത്തെടുത്ത ഇവരുടെ ജീവിതം പക്ഷേ നിറയെ സങ്കടങ്ങളാണ്. സ്വന്തമായ ഒരു വീട് പോലുമില്ല രണ്ടുപേർക്കും. രോഗം, ദാരിദ്ര്യം എല്ലാം ഈ കലാജീവിതത്തിനുള്ളിൽ അതിസങ്കീർണമായുണ്ട്. സാമ്പത്തിക ബാധ്യതകളേ ഉള്ളൂ. ആകെ കടവാണ്. പുള്ളി ഡയാലിസിസ് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് കൊറോണ വന്നാണ് പുള്ളി മരിക്കുന്നത്. വേദികൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. നാടകങ്ങൾ നാമമാത്രമായി. ഡാൻസ് ഗ്രൂപ്പുകളെല്ലാം ഒട്ടുമിക്കതും പൂട്ടിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ബാലെ, കാക്കാരശ്ശി നാടകം തുടങ്ങിയവയിലൊക്കെയായി കലാജീവിതം പരിമിതപ്പെടുകയാണ്. കാക്കാരശ്ശി നാടകം കളിക്കാൻ പോവും, പിന്നെ ബാലെ കളിക്കാൻ പോവും, പിന്നെ നാടകം കളിക്കാൻ, പാർട്ടിയുടെ നാടകം വരുമ്പോൾ നാടകം കളിക്കാൻ പോവും, പിന്നെ തെരുവ് നാടകം, പിന്നെ ഹെൽത്തിൻ്റെ പ്രോഗ്രാമിന് പോവും. ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം കലയെ വാങ്ങിയെടുക്കുന്ന ഇന്നിൻ്റെ പരിസരത്തെ പാരമ്പര്യ കലോപാസനയുടെ നിറസാന്നിധ്യങ്ങളാണിവർ. ആരോടും പക്ഷേ പരിഭവങ്ങളില്ല. ജീവിതം ഇങ്ങനെയൊക്കെയാകാം. അതിനാൽ വേഷത്തിൽ തന്നെ അവസാനിക്കണം. നടി ശോഭയുടെ ആഗ്രഹമാണിത്. പറയുമ്പോൾ കണ്ടമിടറുന്നുണ്ട്. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, വേദി കടന്ന് എൻ്റെ ജീവൻ എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. കാര്യം എൻ്റെ കുഞ്ഞിലെ മുതലുള്ളൊരു ഇതാണ്. സർഗാത്മക കേരളത്തിൻ്റെ കലോപാസക ജീവിതത്തിൻ്റെ 2 സാന്നിധ്യങ്ങളാണ്. ദാരിദ്ര്യം ഒപ്പം തന്നെയുണ്ട്. ജീവിതം ഇങ്ങനെ തന്നെ തുടരും. ആരോടും പക്ഷേ പരിഭവങ്ങളേയില്ല. അതുകൊണ്ടൊരു കുടുംബം പോറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. എങ്കിലും നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയല്ലേ, നമ്മുടെ ജീവിതമല്ലേ. നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലല്ലേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.